ഉയിരിൽ തോടും തളർ വിരലാവണേ നീ അരികെ നടക്കണേ അലയും ചുടുകാറ്റിനു കൂട്ടിണയാ. ആളെക്കുട്ടി അന്നേരം ഇരുന്ന് പഠിക്കുമായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നിട്ട് കൊച്ചിനെ ഇരിക്കപ്പുറതയില്ല. അന്നേരം ഇടയ്ക്കൊന്ന് വിളിച്ച് ചോദിച്ചു ഞാനും വരട്ടെ അമ്മയെന്ന്. അന്നേരം കൊച്ചിനെ പോയി പപ്പ കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ. പിന്നെ ചിപ്പിമോക്ക് മാളക്കുട്ടി ഇല്ലാതെ കേക്ക് മുറിക്കാനും ഒരു മടി. അന്നേരം ചിപ്പിമോള് പറഞ്ഞിട്ട് ആണോ കുട്ടമ്മോന് സങ്കടമായിരുന്നു. കൊച്ചില്ലാത്ത ഒരു കേക്ക് മുറി എന്നാ കേക്ക് മുറിയാന്ന് ചോദിച്ചു. അടിച്ചു തകർക്കാം. വീണ്ടും ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കരുത്. കൊടുക്ക് കൊടുക്ക്. എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ എന്റെ റോസ്മോളുടെ അതുകൊണ്ടൊക്കെ തന്നെ ചിപ്പിമോൾക്ക് സുനിൽ പപ്പാടെ കൂടിയവർക്ക് ഇനിയുണ്ടോ ഇനിയുണ്ടോ ഫുഡ് നമ്മുടെ റോസ്മോളുടെയാണ്. ആണോ? ആ കാണാനൊക്കെ ഒരു ചന്തമുണ്ട് കേട്ടോ. ആ നല്ലതാ കേട്ടോ കാണാനായിട്ടൊക്കെ. പണിതാണോ ഞാൻ ഉണ്ടാക്കുന്ന കൊള്ളിയല്ലേ? അങ്ങനെ പറഞ്ഞല്ല. അയ്യോ അല്ല കടയിന്ന് ഉണ്ടാക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ. എന്നെ സുഖമായിരുന്നു, ഒരു പണിയും ചെയ്യണ്ടായിരുന്നു. അത് വരെ ഇങ്ങനെ ആയിരിക്കട്ടെന്നാ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എനിക്കുണ്ടല്ലോ, എനിക്ക് എന്റെ കുഞ്ഞമ്മ ഉണ്ടാക്കി തരുന്ന ഇഷ്ടം. ഇത് മതി. അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോട്ടിയുണ്ട്. ഭയങ്കര ഡയറ്റാ കേട്ടോ. ഭയങ്കര ഡയറ്റിങ് എന്നാ പറിച്ചില്ലേ കേട്ടോ.
ഇനി വീഡിയോക്കകത്ത് ഡയറ്റിങ്ങാ, ഞാൻ എക്സസൈസ് ചെയ്യുക എന്നൊക്കെ എന്നോട് പറയരുത് കേട്ടോ. അതെ അതെ. ഞാൻ ഇന്നത്തെ ദിവസം അപ്പം വേറെ ഒരു ഫുഡും കഴിച്ചിട്ടില്ല, അത് നിങ്ങൾക്ക് അറിയാം. അപ്പം വൈകിട്ട് എന്റെ ജിപ്പിമോണ്ട് ഇതിന് കഴിക്കണമല്ലോ എന്ന് ഓർത്ത് ഇവിടെ വന്നിട്ട് നിങ്ങളെല്ലാം നിർബന്ധിച്ചില്ലേ, എന്നാലും ഞാൻ കഴിച്ചോ? ഞങ്ങൾ ആരും നിർബന്ധിച്ചില്ല, പെട്ടെന്ന് കയറി അവിടെ ഇരുന്ന് ഒരു പ്ലേറ്റ് സാധനം എടുത്തു. നിർബന്ധിച്ച് വന്നിട്ട് മതി. ആണോ? അമ്മയോട് ഉറക്കപ്പം എന്നോട് പോട്ട് ഞാൻ തിന്നില്ല. ആ അങ്ങനെ വേണം. പോവാണോ? അളിയാൻ ഫുഡ് പെങ്ങൾക്ക് വണ്ണം കൂടുന്നില്ലേ? ഞാൻ വെച്ച് നോക്കും, ഞാൻ തിന്നും. ഞാൻ വെച്ച് അതെ അതെ സ്വന്തമായ ബൈ ബൈ. ഞായറാഴ്ച കയറി വരണേ വിളിക്കലോ. അപ്പച്ചി ശനിയാഴ്ച ഇവിടെ എല്ലാരും ഓരോ ദിവസം കയറി വരണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗാനമേളയില്ലേ? ഗാനമേളയുണ്ട്. അപ്പൊ ഒരു ബൈ കാണിച്ചേക്ക്. ബൈ. നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ, തൊപ്പിയൊക്കെ വെച്ച് സെറ്റായിട്ട്. തണുപ്പടിക്കാതിരിക്കാനാണോ? ആണോ? പോയോ? കേക്കത്തില്ല. എന്നാ ഞാൻ രണ്ടെണ്ണം പറയാം, എന്നിട്ട് കേക്കാവോ ഇല്ലോ എന്ന് നോക്കാം. ആ ഒന്നുമില്ല, പൊക്കോ പൊക്കോ. ബൈ ബൈ ബൈ. ആ ഒന്നുമില്ല, ഇനി ഒരു ദിവസം ആഘോഷിക്കാവേ കേട്ടോ. ബർത്ത്ഡേ കാരി പോവാ. ബൈ ബൈ, ടാറ്റാ ബൈ. ഞങ്ങൾ ഇറങ്ങുക, പോയിട്ട് വരാം. ബൈ. See you. ടാറ്റാ. അപ്പൊ നല്ല വൃത്തിയായല്ലോ, മതിലെല്ലാം ഫുള്ള് കഴുകി. ഇത് മഴ പെയ്തപ്പോഴേ ആ ഒരു മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ 2 വർഷമായി ഇതിന് പെയിന്റ് അടിച്ചിട്ട്. ഒരു മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് ഈ പിന്നെ ചെടിയും കൂടി ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇലയൊക്കെ വീണ് അല്ലേലും ഇതുണ്ടാകും, പായലുണ്ടാകും. അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ ഒന്ന് ഓടിച്ചു വിടുവാണല്ലേ നമ്മൾ തന്നെ ചെയ്താൽ മതി. അപ്പം നമ്മൾ തന്നെത്താൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ അങ്ങ് ചെയ്യുക. അതെ അതെ. അപ്പം ശ്രീകുട്ടനൊക്കെ ഇനി വരുമ്പോഴത്തേക്കും കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് കിടക്കട്ടെ. അതെ അല്ലേ? അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ചേട്ടായിക്ക്. ആ അപ്പം നമുക്ക് ഇന്ന് വൈകിട്ട് നമ്മുടെ പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ ഇന്ന് 2 ഗസ്റ്റുകൾ വരുന്നുണ്ട്. അതെ, അടിപൊളിയായിട്ടൊരു ആഘോഷ പരിപാടികളൊക്കെ വെക്കാമെന്ന് നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ അവരാരൊക്കെയാണെന്നുള്ളത് നാളത്തെ വീഡിയോയ്ക്കകത്ത്, നാളെ അല്ല അടുത്ത ദിവസം വീഡിയോക്കകത്ത് കാണിച്ചു തരുന്നതായിരിക്കും. അതെ. പിന്നെ ഞാനും മോളമ്മയും കൊച്ചും കൂടെ ഒരു ലോങ് യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ടൊരു സ്ഥലത്ത് പോകണമെന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അത് ഈ പ്രാവശ്യം നടക്കുമോ? സമയം കിട്ടുവാണേൽ നമുക്ക് പോകാം. അത് നമ്മുടെ ഈ ജില്ലയൊക്കെ കടന്ന് 2 ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. അതെ അതെ അല്ലേ? അതെ, സസ്പെൻസ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അതെ. എന്നാലും ഞാൻ 2 ദിവസമായിട്ട് ഇതിന്റെ പരിപാടി ചെയ്ത് ഏറെക്കുറെ വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഇതും കൂടി ഒന്ന് ചെയ്യണം. ആ കമ്പി അല്ലേ? ആ, അതിന് മെറ്റൽ പ്രൈമറുണ്ട്. മെറ്റൽ പ്രൈമർ മേടിച്ച് അതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അല്ല ഈ ഇടയ്ക്ക് കേട്ടോ ആ ഒരു വെള്ള പോലെ വൃത്തിയോട് വന്നു. നേരത്തെ അടിച്ച ആ പെയിന്റ് ഉരഞ്ഞും മിനുസം വന്നും ഒക്കെ പോകുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നല്ല പ്ലേസിങ്ങോട് തന്നെ കിടക്കും. മഴ പെയ്താ ഈ ചെടിയും കൂടെ സൈഡിലോട്ട് വെച്ച് കഴിയുമ്പോഴേ അത് വൃത്തികേടാകും. അല്ലെങ്കിലും കുറച്ച് കഴിയുമ്പം ചെളിയാകും. എന്നാ 2 പേരും കൂടെ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഇത് നമ്മുടെ ഈ ഇന്റർലോക്ക് ഇട്ടത് ഒന്ന് പോളിഷ് ചെയ്യണമെന്നുണ്ട്. അതുകൂടെ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 3-4 മാസത്തേന് വലിയ മഴ ഇല്ലല്ലോ. ഒരു മെയ് മാസം വരെ വലിയ മഴയില്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും. ഒരു 2 മാസം കൂടെ കഴിഞ്ഞു പോരെ പെയിന്റ് അടി. അന്നേരത്തേക്ക് പിന്നെ മഴ വരും. പിന്നെ മഴ പെയിന്റ് ചെയ്യുന്നതും ചെയ്യാത്ത കണക്കാം. വീടിന് ചെയ്യുന്നതല്ല, ഈ പുറത്ത് ചെയ്യുന്നതുകൊണ്ട് മഴ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്യുമ്പോഴേ അത് കേടാകൂല, വായിൽ വീഴും. പെയിന്റ് ഒരിക്കലും കേടാകില്ല. പിന്നെ ഇതിനകത്തൊക്കെ ഉണ്ട്, വർക്ക് ചെയ്തിരിക്കകത്ത് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. പുറകുവശത്ത് ശാറം പരിപാടികളൊക്കെ ഉണ്ട്. പറ്റുന്ന പോലെ കുറേശ്ശെ തന്നെത്താൻ ചെയ്യാൻ തീരുമാനിച്ചു. അത്യാവശ്യം വന്നാൽ മാത്രം നമ്മൾ ആരെയും കൂട്ടുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെത്താനൊക്കെ കുറേശ്ശെ സമയം കണ്ടെത്തി പയ്യെ ചെയ്യും. അല്ലേ? അതെ. പിന്നെ നമ്മുടെ ഈ ചെടി കണ്ടോ, ഈ സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് നടുക്കോട്ട് വെച്ചപ്പോഴേ
ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. അതെ, പെയിന്റ് അടിക്കാൻ നേരത്തെ ഞാൻ മാറ്റി വെച്ചത്. മാറ്റി വെച്ചതാ കേട്ടോ, എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പെയിന്റ് അടിക്കാൻ കഴിയുമ്പോൾ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തു. ഇങ്ങോട്ട് മാറ്റി വെക്കും അല്ലേ? ഇത് ഉണങ്ങി കഴിഞ്ഞ് മാറ്റി വെച്ചാൽ മതി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം UK സയണൊക്കെ വന്നപ്പം മോനൂന് ഗിഫ്റ്റ് കൊടുത്തതാണ്. അതെ, അത് എന്നാന്നുള്ളത് എന്നോട് പറഞ്ഞില്ല. ഇത് ഓപ്പൺ ചെയ്തതാ അല്ലേ? ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു എന്നാന്ന് കാണാനായിട്ട് കേട്ടോ. അപ്പൊ അതെന്നാന്ന് നോക്കാം. അതിവിടെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പെയിന്റ് ചെയ്തോണ്ടിരുന്ന ഇടയ്ക്കാ കൊച്ചി തീർത്തോളാണ്. അതിന്റെ അനുതാരികളൊക്കെയാ. ഇതന്നെ ബസ്സോ? ഇതൊരു ബസ്സാണ്, ബസ്സാ. ഒരു കുടുക്കയും കൂടിയാ. കുടുക്ക ബസ് അല്ലേ? കുടുക്ക ബസ്. കൊടുക്ക ബസ്സാ. അപ്പൊ ഇത് ലാസ്റ്റ് എടുക്കണമെങ്കിൽ ഇതിനടിയിലൊരു സംഭവമുണ്ട്. കുടുക്ക എടുക്കുന്നതിന് അല്ല, എടുക്കണമല്ലോ. എടുക്കണം. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാം, സാധാ കുടുക്ക പോലെ അല്ല. ഇന്നത് പൊട്ടിച്ചു. ഉണ്ടോ? അപ്പൊ ഇത് തകർത്ത് കളയണ്ട. സാധാരണ നമ്മൾ ഈ പിന്നെ മൺകുടുക്കയൊക്കെ ആണെങ്കിൽ അത് പൈസ ഇട്ട് കഴിഞ്ഞിട്ട് എടുക്കാൻ നേരത്തെ ഉടച്ചു കളയും. പൊട്ടിച്ചാലേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നമുക്ക് കുറെ കാലം നല്ലപോലെ ഉപയോഗിക്കാം. അപ്പൊ ഇതും പൊട്ടുന്ന ഒരു പൊട്ടുന്ന സാധനം നിലത്ത് വീണ പൊട്ടും കേട്ടോ, ഗ്ലാസ് പോലൊക്കെ തന്നെ. കണ്ട ഒരു ഫ്ലേവറും അല്ലേ? ഊരി എടുത്തത് തിരിച്ച് അതേപടി കയറ്റി വെച്ചാണ്. എന്നാലേ ഈ കുടുക്ക പൈസ ഒക്കെ ഇട്ടിട്ട് എവിടെയാ കൊണ്ടുവെക്കുന്നെന്ന് കൊച്ചെന്നോടൊന്ന് പറയണേ. ഇത് ഈ നമ്മുടെ ഹാളിൽ തന്നെ വെച്ചേക്കും. നമ്മള് വീട്ടിലുള്ള 5 പേരും ഇന്നത്തെ പൈസ ഇടും. സാധനമൊക്കെ മേടിച്ചിട്ട് വരുമ്പോ നേർച്ചപ്പെട്ടി പോലെ, അതായത് എല്ലാവർക്കും ഇടാം. പക്ഷെ എല്ലാവർക്കും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയല്ലേ? എല്ലാവർക്കും വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കും ഇത് നിറഞ്ഞു കഴിയുമ്പോ. അങ്ങനെയാണ് എന്റെ ഒരു പ്ലാന്. നല്ല ഐഡിയ. പിന്നെ അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ബസ്, ഈ ബസ്സാ ഇത്. ഈ റെഡ് കളറ്, ഈ കളറ് ഇതിന് കൊടുക്കണം. അതിന് വേണ്ടി കളർ കൊടുക്കാൻ വേണ്ടി ഇതിന് ബ്രഷും ഒക്കെ ഉണ്ട്. ഉണ്ട്. ഇത് കണ്ടോ? ഒരു ചെറിയ ബ്രഷ്. ബ്രഷ് വൈറ്റ് ബ്രഷ് അല്ലേ? പിന്നെ 3 കളറ്. ഇത് 3 കളറും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കാമെന്നാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 12 കളറും കിട്ടും. എന്നിട്ട് ഇത് വെച്ച് ഇതിന് കളർ കൊടുക്കണം. ബസ്സിന് കളർ കൊടുത്ത് ഉണക്കിയിട്ട് വേണം നമ്മൾ അവിടെ എടുത്ത് വെക്കാൻ. ഗുമ്മല്ലല്ലോ ചുമ്മാ ഈ വെള്ള കളർ ഇരുന്നാല്. ഇത് റെഡ് കളർ കൊടുക്കുമ്പോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ആ ബസ്സിന്റെ കളർ കൊണ്ടുവരാൻ ആ കൊച്ചു നോക്കുന്നേ. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യണ്ടേ? മുതലാ പൊതു നേർച്ചപ്പെട്ടി. അതെ അതെ. പൊതു നമ്മുടെ സേവിങ്സ് 3-5 പേരുടെ ഇതിൻ്റെ അകത്തിട്ട് നിറയ്ക്കണം. നേർച്ചപ്പെട്ടി അല്ല, പൊതു പൈസ പെട്ടി എന്ന് പറഞ്ഞാൽ. നേർച്ചപ്പെട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ കൊടുക്കാനാണ്. ഇത് നമ്മുടെ പൊതു പൈസ പെട്ടി. അന്നേരം ഞാനൊരു സംശയം ചോദിച്ചോട്ടോ കൊച്ചേ. പിന്നെ കള്ളന്മാരും ഇതിനകത്തൊന്നും എടുക്കാനും പാടില്ല. അങ്ങനെ ഒരു സംഭവം. അത് ഞാൻ ഇതിന്റെ അകത്ത് പൈസ ഇടുമ്പോ തൊട്ട് എന്നാ ചെയ്യുമെന്നറിയാവോ? ഞാൻ ഇവിടുന്ന് ഫെവിക്കൂള് മേടിച്ചിട്ട് ഇത് വെച്ച് ഒട്ടിക്കും. പിന്നെ പറിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ വീട് ഉള്ളവര് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ കേട്ടോ. അത് മോശമായി പോയി എന്നാ പറഞ്ഞാലും. ഒരു കാര്യം ചെയ്യാതാണ്, നമ്മൾ ആ ഇതിന്റെ അടുത്ത് തന്നെ ഒരു ബുക്കും ഒരു പേപ്പർ അതുകൂടെ ചെറിയൊരു പേനായും കൂടെ വെക്കും. എന്നിട്ട് പൈസ ഇടുന്നതിന്റെ കണക്ക് എഴുതുന്നു. ഇത്ര രൂപ ഇട്ടു. മാല ഇടുമ്പോഴത്തേക്ക് മാളും അത് എഴുതി വെക്കും. ഞാൻ ഇടുകയായിരുന്നു. അമ്മയ്ക്ക് വേറെ കുടുക്കുണ്ട് കേട്ടോ. എനിക്കും അമ്മയ്ക്കും ഞങ്ങൾക്ക് 5 പേർക്കും 5 കുടുക്ക വേറെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങള് ഇത് 5 പേരും കൂടി ഇടണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. നിറയ്ക്കണം. എന്റെ കുടുക്ക പൊതുവഴിയിലെ ഇതുപോലെയാണ്. അതായത് അതിനകത്ത് ഇഷ്ടംപോലെ ചില്ലറ ഞാൻ കൊണ്ടിടും. ഇപ്പൊ ഉണ്ട്, ഇപ്പൊ ഒരു 500 രൂപയ്ക്ക് അടുത്തുണ്ട്. പക്ഷെ അത് ഞാനിങ്ങനെ ചിലപ്പോ ചില്ലറയൊക്കെ ഒത്തിരി കൊണ്ടുവന്ന് ഞാൻ ഇടും. ഒരിക്കലും അത് ലെവൽ ചെയ്യുന്നില്ല, ഒന്ന് നിറഞ്ഞു കാണുന്നില്ല. അതെന്നാന്നറിയാവോ? അത് പല കള്ളന്മാരുണ്ട് ഈ വീട്ടിൽ. പാല് മേടിക്കാൻ പോകുമ്പോൾ പൈസ തികഞ്ഞില്ല, അതിൽ നിന്ന് 5 രൂപ എടുക്കും.
പിന്നെ പള്ളിയിൽ പോകുമ്പോൾ നേർച്ചയിടാനായിട്ടല്ല, അമ്പലത്തിൽ പോകുമ്പോൾ നേർച്ചയിടാൻ അതിൽ നിന്ന് എടുക്കും. പിന്നെ രാവിലെ ചിലപ്പോ എനിക്ക് പേനൊക്കെ മേടിക്കണം, ഞാൻ 10-5 ഒക്കെ എടുത്തോണ്ട് പോകും. മോളെ സംബന്ധിച്ച് മറ്റേ പൈസ വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ്. പൈസ അങ്ങനെ ഒരു പാഴായിട്ട് അവൾ കാണില്ല. അത് പിള്ളേർ 3 പേരും അങ്ങനെ തന്നെയാണ്. പാഴായിട്ട് 1 രൂപ പോലും കളയാല. ചേച്ചിയോടെ ഞാൻ ഇത് കണ്ടത് മാളൂനെ തന്നെയാണ്. കാരണം ഒരു മിഠായി പോലും വേണ്ടാന്ന്. അതെ, അങ്ങനെ എടുത്തോണ്ട് പോവുകയല്ല, പൈസ എടുത്തോണ്ട് പോവുക. അല്ല, ഇപ്പോഴത്തെ പ്രായത്തിലെ പിള്ളേരെ, ഒരു +2-നൊക്കെ പഠിക്കുന്ന പിള്ളേരല്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ നമ്മുടെ വഴിയെ നമ്മൾ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. അവർ തിരിച്ച് സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ബിങ്കോ, 2 മുട്ടായി, ഒരു സിപ്പപ്പ് അതൊക്കെ മേടിച്ച് കഴിച്ചോണ്ടൊക്കെ അവർ വരുന്നത്. പക്ഷേ മാളൂനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 10 രൂപ എടുത്തുകൊണ്ട് പോയി 4 മണിക്ക് അതും ഇതൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അല്ല, അമ്മ എനിക്ക് മുട്ടായി മേടിച്ചോ, കൊച്ചിനെല്ലാം മേടിച്ചോളാൻ പറഞ്ഞ പൈസ തരും കേട്ടോ. പക്ഷെ ഞാൻ അതില് 5 രൂപ ചിലപ്പോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റി, അല്ല എന്തെങ്കിലും പ്രിന്റ് ഒക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് 5 രൂപ ഞാൻ എന്റെ കുടുക്കലിട്ടിടും. അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ പൈസ ഒന്നും എടുത്ത് മുട്ടായി ഒക്കെ എപ്പോഴും തിന്നുന്നതല്ലേ ചേച്ചിയൊക്കെ കൊണ്ടുവന്ന്. അങ്ങനെ മുട്ടായി അല്ല. പിന്നെ എനിക്ക് തോന്നണം ഈ ചേട്ടാമ്മയുടെ ഒക്കെ ഇല്ലേ ബിങ്കോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വലിയ കൊതി തോന്നുമ്പോൾ മാത്രം ഇടയ്ക്കൊന്ന് വാങ്ങിക്കും. ആ, പപ്പ പിന്നെ മേടിച്ചു ചേട്ടാമ്മയുടെ ഓക്കെ ബിരിയാണി എല്ലാം മേടിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ പിന്നെയും പൈസ കളയുന്ന മോശമല്ലേ. പിന്നെ ഗ്രിൽഡ് ചിക്കൻ കൊച്ചിന്റെ ഏറ്റവും വലിയ, കൊച്ചൊരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ആവശ്യപ്പെടുന്ന സാധനമാണ് ഗ്രിൽഡ് ചിക്കൻ. ഇപ്പം ചേട്ടായി പോയാൽ പിന്നീട് ഞാനാണ് അത് മേടിക്കും. ചേട്ടായി ഉണ്ടായിരുന്നപ്പോ ഇടയ്ക്കൊക്കെ മേടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ചേട്ടായി ഇല്ലാത്തപ്പോ എനിക്ക് ഒറ്റയ്ക്ക് തിന്നാനായിട്ടൊരു ഒരു മടിയാകട്ടോ. എന്നാലും ചേട്ടായി ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയും, കൊച്ചിനൊരു ഗ്രിൽഡ് ചിക്കൻ മേടിച്ചു കൊടുക്കണം പപ്പ, അവർക്ക് അത് ഇഷ്ടമുള്ള അല്ലേ എന്നൊക്കെ അവൻ പറയും കേട്ടോ. സങ്കടം നല്ലവരുണ്ട്. കൊച്ചിന് ചേട്ടായി പോയതിന്റെ ആ സങ്കടമുണ്ട്. ആ സങ്കടപ്പെട്ടാണേലും മാസത്തിൽ 2 എന്നെ കൂടെ ഇരുന്ന് എനിക്കിട്ട് മടിയാണ്. അന്നേരം കൊച്ചു പൈസയൊക്കെ സൂക്ഷിക്കാൻ മേടിക്കുകയാണ്. അനാവശ്യ ചെലവുകളൊന്നുമില്ല. അത് കൊച്ചു തന്നെയല്ല കേട്ടോ, മക്കൾ 3 പേരും അങ്ങനെ തന്നെയാണ്. അതിൽ രാജാവും ഞാൻ തന്നെയാണ്. കൊടുക്കത്തില്ല, എന്റെ 1 രൂപ പോലും കൊടുക്കില്ല. വല്ല പാവപ്പെട്ടവരോ അങ്ങനെ പിച്ചക്കാരോ അങ്ങനെ ആരെങ്കിലും നമ്മളോട് യാചിക്കുകയാണ്, അങ്ങനെ കൊടുക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ, അപ്പൊ കുട്ടന്മാര് ആവശ്യം വന്നാൽ ഞാൻ കൊടുക്കൂലേ. ഞാനിതുവരെ ചോദിച്ചിട്ടിരിക്കുന്നു. എന്നോട് നേരത്തെ ഒക്കെ ചോദിക്കുമായിരുന്നേ, ചുമ്മാ യൂണിവേഴ്സിറ്റിക്കൊക്കെ പോകുമ്പോ അഥവാ 10-50 ഒക്കെ ചോദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ കൊടുക്കുകയില്ല. ഞാൻ അതാ കൊടുത്താൽ അതിന്റെ ഡബിള് പലിശ മേടിക്കും. 50 കൊടുത്താൽ 100 കൊടുക്കണം. അതുകൊണ്ട് എന്നോട് ആരും പൈസ മേടിക്കാറില്ല. അന്നേരം നല്ല ശീലങ്ങളൊക്കെ എല്ലാ മക്കളും വളർത്തിയെടുക്കുക. അന്നേരം കൊച്ചിന്റെ ഈ ബസ് നമുക്ക് നിറയ്ക്കണം, എല്ലാവർക്കും കൂടെ കൂടി. അന്നേരം വീഡിയോക്കകത്ത് കാണിക്കുന്നതായിരിക്കും. അതെ അതെ, സയൻചേട്ടന്റെ സന്തോഷവും ഇത് നിറയുന്ന കാണുമ്പം. വരും മാർച്ച് അടുത്ത ഫെബ്രുവരി ചിലപ്പോൾ അവധി കിട്ടിയേക്കും. അവധി കിട്ടിയേക്കും. ഒരു രൂപയാണ് നമുക്കൊന്ന് അടിപൊളിയായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മള് പയറൊക്കെ പറിച്ച് ആഘോഷമാക്കിയതാണ്. നമ്മളതിനിറക്കിയ ഒരു ടൂർ പോയായിരുന്നു KPM-ന്റെ അവിടെ കൊട്ടവഞ്ചി. അപ്പൊ പുള്ളിക്കാരത്തി ഇല്ലായിരുന്നു, റെന്റുമോളില്ലായിരുന്നു. അതെ. അപ്പൊ അവർ 2 പേരോട് ഈ പ്രാവശ്യം അവർക്ക് ലീവ് കിട്ടുവാണെങ്കിൽ വരുവാണെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം അടിച്ചു പൊളിക്കണം. പിന്നെ ഇത് പെയിന്റ് അടിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ, പകുതി. എനിക്ക് അങ്ങനെ ഇപ്പൊ എക്സാം ടൈം ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി നേരം വരുന്ന ഇതേ പണിയാനുള്ള സമയമില്ല. പയ്യെ നമുക്ക് ഒരു പെർഫെക്ഷൻ വേണ്ട നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ. പെട്ടെന്ന് ഇങ്ങനെ കാളാകൂളം പെയിന്റ് അടിച്ച് വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അയ്യോ വേണ്ടേ, ഇപ്പോഴാണ് കുമ്മായം കലക്കി ഇരിപ്പുണ്ട്. ഉണ്ട്, അതെനിക്കറിയാം. നമ്മൾ അത്യാവശ്യം നല്ല മെനക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ കുറച്ച് ടൈം എടുത്ത് അടിക്കേണ്ടതുകൊണ്ട് ഞാൻ ഇത് വൃത്തിക്ക് ചേട്ടായി വരുമ്പോഴത്തേക്ക് അടിച്ചു വെക്കുന്നതായിരിക്കും. ചേച്ചിക്കും ചേട്ടായിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിൻ്റെ ഈ കുടുക്കയുടെ ഒരു കമ്പം കേട്ടോ. കുടുക്ക നിറയ്ക്കുക എന്നുള്ള കൊച്ചിൻ്റെ ഈ നല്ലൊരു തീരുമാനം എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ. അന്നേരം എനിക്ക് വേറൊരു സംശയമുണ്ടേ, ഈ ആരെങ്കിലും ബന്ധുക്കാരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്നവരോ ആരെങ്കിലും 2, 5, 10 ഒക്കെ ഇടുന്നോണ്ട് കുഴപ്പമില്ലല്ലോ കൊച്ചേ? ഒരാള് വീട്ടിൽ കയറുമ്പോഴത്തേക്ക് നേരത്തെ ഇട്ടിട്ട് പോകാൻ പറയും അല്ലേ. വരുന്നവരോട് നമ്മൾ ഒരു ഗ്ലാസ് കടുകാപ്പി കൊടുക്കുക. ഈ നേർച്ച പറ്റി ചേട്ടാ നേർച്ച ഇട്ടിട്ട് അങ്ങനെ പറയുന്ന മോശം. അപ്പൊ അത് വേണ്ട, മറ്റാരും ഇടണോ, നമുക്ക്. അതെ, ഇപ്പം നമ്മൾ 5 പേര് വിടണമെന്നാ കൊച്ചു പറയുന്നേ.
അപ്പം ചേച്ചി പൈസ ഇടണമെങ്കിൽ വലിയ പാട് വരുമല്ലോ. ചേച്ചി വരുമ്പോ ഇട്ടാണ്. അപ്പൊ ഇത് നിറച്ചിട്ട് നമുക്ക് കൊച്ചിന് തന്നെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. അതെ, അല്ലേ? കൊച്ചിന് വേണ്ടിയാ കൊച്ചിപ്പം ആവശ്യപ്പെട്ടേക്കുന്ന ഇത് മൊത്തം നിറഞ്ഞു കഴിയുമ്പം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി എടുക്കാന്നാ കൊച്ചു പറഞ്ഞേക്കുന്നത്. ഇത് എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് നിറച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ഈ 1-2 രൂപ ആയിട്ട് നിറയ്ക്കുന്ന പരിപാടിയല്ല. അത്യാവശ്യം നല്ല നോട്ടൊക്കെ ഇടണം ഇതിനകത്ത്. 500-ന്റെയൊക്കെ 500 കൂടുതലൊരു നോട്ടുണ്ടോ? ഇല്ല. എല്ലാം നിരോധിച്ചു. പിന്നെ അന്നേരം 200, 500 ഒക്കെ തന്നെ ഇടുക എന്നാ കൊച്ചു ഉദ്ദേശിച്ചേ. കൈ വരുന്ന പോലെ ഇട്ടാൽ മതി. 1-2 ഇട്ടാലും കുഴപ്പമില്ല. 1 രൂപയ്ക്കും വിലയുണ്ട്. അന്നേരം നമ്മുടെ 5 പേരുടെയും കൂടെ ഒരു വലിയ ഫ്രെയിം നമുക്ക് ഒരു ഭിത്തിയിൽ വെക്കണം. നമ്മുടെ പുതിയ റൂമില് വലിയ ഫ്രെയിം, ഫോട്ടോ ഫ്രെയിം. അപ്പം ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതും പിന്നെ കുറച്ചുകൂടെ എന്റെ സേവിങ്സ് ഒക്കെ ഉണ്ട്. അതും കൂടെ കിട്ട് എനിക്കൊരു വലിയ ഫ്രെയിം 5 പേരുടെയും കൂടെ മേടിച്ച് വെക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതൊരു ഭിത്തി മൊത്തം ഇങ്ങനെ വരത്തില്ലേ, ഭിത്തി. ഭയങ്കര തുകയാവും. അതിപ്പം വർഷങ്ങൾ കാത്തിരിക്കണമല്ലോ ഇതൊന്ന് നിറയാനും ഇച്ചിരി പൈസ സമ്പാദിക്കാനും എല്ലാം കൂടെ. ആരെയും ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ച ഫുള്ളായിട്ട് അങ്ങ് വരച്ചാലല്ല. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഭയങ്കര പരിപാടിയാണ്. അതെ, ഒരു 3-4-5 വർഷം വരെ നോക്കിയിരിക്കണം. ഇത്രയൊക്കെ സമ്പാദിക്കണ്ടേ? വരയ്ക്കുവാണെങ്കിൽ അത്രയും ചെലവ് വരികയാണ്. വരയ്ക്കാണ് അത്ര പക്ഷെ വരവാർക്ക് ഇപ്പൊ കൂടുതലും ആണോ? അപ്പോൾ വരയ്ക്കാം. അപ്പം നമ്മൾ ഈ ചെറിയ കുടുക്ക കൊണ്ട് നമ്മുടെ ഫാമിലിയെ ഫുള്ള് വരയ്ക്കാൻ നമ്മൾ അങ്ങനെയല്ല. പിന്നെ ഈ ചെറിയ കുടുക്ക കൊണ്ട് അത് നിറച്ചു കഴിയുമ്പോൾ നമ്മളെ എല്ലാവരെയും അവള് ഭിത്തിയെ കയറ്റും. അടിപൊളി. അങ്ങനെ ഉദ്ദേശിച്ചല്ല വേറെ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വിശേഷം ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു. ടാറ്റാ. ബൈ.